അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് വിശ്വാസപരമായ കാര്യത്തിലും കർമ്മപരമായ കാര്യത്തിലൊക്കെ ക്ലിയറായി ജീവിച്ച, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത്, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച, ഉജ്ജഹത്ത് അനുസരിച്ച് ജീവിച്ച ഒരു മുസ്ലിമായ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുമോ എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധ ഫുർഖാൻ അളീമിൽ സൂറത്ത് മറിയമിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71 നമ്പർ ആയത്തിൽ ഇങ്ങനെ കാണാം: ഒയും മിൻകും ഇല്ലാ വാരിദുഹ. നിങ്ങൾ ഓരോരുത്തരും, നബിമാരാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാസകലം, മനുഷ്യന്മാരാസകലം, അള്ളാഹു പറയുന്നു ഒയും മിൻകും ഇല്ലാ വാരിദുഹ, ആ നരകത്തിൻ്റെ മുമ്പിൽ കൂടി നിങ്ങൾ വിട്ടുകടക്കൽ നിർബന്ധമാണ്. കാനാല റബ്ബിക ഹത്മൻ മഖ്ദിയ്യ. അള്ളാഹു അവൻ്റെ ദാത്തിൽ നിർബന്ധമാക്കിയ ഒരു ഭാഗമാണ് എല്ലാവരെയും നരകം കാണിക്കണമെന്ന്. കാരണം നരകം കണ്ടതിൻ്റെ ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുക എന്നതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പോകുന്നവരെയെല്ലാം നരകത്തിൽ കൂടി വിട്ടുകടത്തും എന്നതാണ്. നരകം കാണും അവർ. അത് അള്ളാഹു പറയുന്നത് വാരിദുഹ എന്നാണ്, പാലം പോലെ അതിൻ്റെ മീതെ കൂടി അവരെ വിട്ടുകടത്തും. അത് അള്ളാഹു അവൻ്റെ ദാത്തിൽ നിർബന്ധമാക്കിയ ഒരു ബാധ്യതയാണെന്നാണ് അള്ളാഹു ഖുർആൻ പറയുന്നത്. അപ്പോൾ നരകത്തിൽ കടത്തുമെന്നല്ല, നരകം കാണുന്ന രൂപത്തിൽ അവരെ നരകത്തിൻ്റെ മീതെ കൂടി വിട്ടുകടത്തും സ്വർഗത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ. അവിടെ പണ്ഡിതന്മാരൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ളതായ വഴി തന്നെ നരകത്തിൻ്റെ മീതെയുള്ള പാലത്തിൽ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായാലും ഈ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷമേ എന്താണ് അവർക്ക് ലഭിച്ചതായ നേട്ടവും അവർക്ക് ലഭിച്ചതായ സ്വർഗീയ ജീവിതവും അതിൻ്റെ പ്രത്യേകതയും എന്ന് അറിയാനും ഉൾക്കൊള്ളാനും പറ്റൂലല്ലോ. അതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകുന്നവരെ ആ നരകത്തിൻ്റെ മീതെ കൂടി വിട്ടുകടത്താൻ തീരുമാനിച്ചത്. അള്ളാഹിൻ്റെ മേലിൽ അവന് വാജിബാക്കിയ ഒന്നാണ് എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ. അള്ളാഹു അവൻ്റെ ദാത്തിൽ നിർബന്ധമാക്കിയ ഒരു ബാധ്യതയാണ്. സ്വർഗത്തിൽ പോകുന്നവരൊക്കെ മനുഷ്യരാശി സകലം നരകത്തിൻ്റെ മുമ്പിൽ കൂടി വിട്ടുകിടക്കൽ നിർബന്ധമാണ്. അതിൽ നിന്നിട്ട് നരകത്തിൽ പോകുന്നവരെ അതിലേക്ക് താഴ്ത്തും, സ്വർഗത്തിലേക്ക് പോകുന്നവരെ അതിൻ്റെ മീതെ കൂടി വിട്ടുകടത്തും എന്നതാണ് ഖുർആൻ പറയുന്ന ശൈലി. അള്ളാഹു നാം എല്ലാവരെയും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാകട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.